അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അദ്വിത രമേശ്. ഇന്ന് ഏപ്രിൽ 22. ഭാവി തലമുറയ്ക്കായി ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഏപ്രിൽ 22 ഭൗമദിനം ആചരിക്കുന്നത്. ജനസംഖ്യയിലെ വർധനവും കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും കാരണം അപകടമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിയുടെ സ്വാഭാവികമായ ഘടന നിലനിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് ഈ വർഷത്തെ ഭൗമദിന പ്രമേയം. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും 2024 അവസാനത്തോടെ അംഗീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചരിത്രപരമായ UN പ്ലാസ്റ്റിക് കൺവെൻഷൻ കൂടി ലക്ഷ്യം വെച്ചാണ് ഇങ്ങനെയൊരു പ്രമേയം തിരഞ്ഞെടുത്തത്. എണ്ണച്ചോർച്ചകൾ, മലിനീകരണം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, വൈദ്യുത നിലയങ്ങൾ, അസംസ്കൃത മലിനജലം, വിഷമാലിന്യങ്ങൾ, കീടനാശിനികൾ, വന്യജീവികളുടെ വംശനാശം എന്നിവയ്ക്കെതിരെ പോരാടാനും ഈ ഭൗമദിനം ആഹ്വാനം ചെയ്യുന്നു. ഭൗമദിനം ആചരിക്കാൻ തുടങ്ങുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. 1960കളിലെ പ്രകൃതി വിഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും തകർച്ചയെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെ ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി നശീകരണത്തിനെതിരെ 20 ദശലക്ഷം ആളുകൾ തെരുവിലിറങ്ങിയ 1970 ആദ്യമായി ഭൗമദിനം ആചരിച്ചത്. 1969 സാന്താ ബാർബറ എണ്ണച്ചോർച്ച, പുകമഞ്ഞ്, മലിനമായ നദികൾ തുടങ്ങിയ പ്രശ്നങ്ങളും ഈ സംഭവത്തിന് കാരണമായി. 1969 ജനുവരി 28 കാലിഫോർണിയയിലെ സാന്താ ബാർബറ തീരത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ യൂണിയൻ ഓയിൽ എന്ന കമ്പനി കുഴിച്ച എണ്ണക്കിണർ തകർന്ന് 3 ദശലക്ഷത്തിലധികം ഗാലൻ എണ്ണ ഒഴുകി 10,000-ലധികം കടൽ പക്ഷികൾ, ഡോൾഫിനുകൾ, സീലുകൾ, കടൽ സിംഹങ്ങൾ എന്നിവ ഇല്ലാതായിരുന്നു. ഇതേ തുടർന്ന് അക്കാലത്ത് ഉയർന്നുവന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉത്കണ്ഠകളും അമേരിക്കയിലെ വിസ്കോൺസിൻ സെനറ്റർ ഗെയ്ലോഡ് നെൽസനെ ഇരുത്തി ചിന്തിപ്പിച്ച സാഹചര്യത്തിലാണ് ജനങ്ങളിൽ പാരിസ്ഥിതിക അവബോധം ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബിരുദ വിദ്യാർത്ഥിയായ ഡെനിസ് ഹെയ്സിന്റെ സഹായത്തോടെ 1970 ഏപ്രിൽ 22 ആദ്യത്തെ ഭൗമദിനം ആചരിക്കുന്നത്. നിരവധി ആളുകൾ പങ്കെടുത്ത ഈ പരിപാടിയുടെ ഫലമായി ക്ലീൻ എയർ ആക്ട് 1970, വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾക്കായുള്ള നിയമം 1973 തുടങ്ങിയവയിലേക്ക് നയിച്ചു. റീച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് 1962, പോൾ എൽറിച്ചിന്റെ ദി പോപ്പുലേഷൻ ബോംബ് എന്നീ പുസ്തകങ്ങൾ പൊതുജനാവബോധം വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചിലതാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.